വീണ്ടും വണക്കം മക്കളെ. നമ്മുടെ ചെന്നൈ വ്ളോഗ് പാർട്ട് 2ലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. കാക്ക അപ്പോൾ ഇവരിൽ നിന്ന് തന്നെ ഇത് തുടങ്ങണം. ഇത് ചെന്നൈ മെട്രോ സ്റ്റേഷനാണ്. അവൻ ആ സ്റ്റേഷനിൽ കിടന്ന് കാണിക്കുന്ന ഐറ്റംസാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറയട്ടെ, ചില സമയത്ത് ഇവനെപ്പോലാകാൻ പറ്റിയിരുന്നെങ്കിലെന്ന് എല്ലാവരും ഈ കാക്ക സമ്മതിക്കില്ല. ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട് ഇവനെപ്പോലാകാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. എൻ്റെ വർണ്ണനയൊക്കെ ഈ കാക്ക നശിപ്പിക്കാനുള്ളൂ ദൈവമേ. ഇവനിങ്ങനെ കേരളം, തമിഴ്നാട്, ഇങ്ങനെ ഏത് സ്റ്റേറ്റ് ഏത് രാജ്യമൊന്നുമില്ല. പുള്ളി എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും. കൂട്ടത്തിൽ ഏറ്റവും സ്ട്രെസ്സുള്ള മഹാറാണിയാണ് ഇതാ പുറകെ നടന്നു വരുന്നത്. അപ്പോൾ അവളും പലപ്പോഴും പറയാറുണ്ട്, ദൈവമേ ഗഡിയെപ്പോലാകാൻ പറ്റും. ഞങ്ങളെന്നെ ഗഡിയെന്നെ വിളിക്കൽ. അപ്പോൾ ഇവനെപ്പോലാകാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കാറുണ്ട്. ബിക്കോസ് എന്ത് സാഹചര്യം വന്നാലും പാറ്റൻ ടാങ്ക് പോലും ഇങ്ങനെ നിൽക്കും പുള്ളി. എല്ലാത്തിനും പുള്ളിക്കൊരു സൊല്യൂഷൻ ഉണ്ടാവും. എന്ത് വന്നാലും പുള്ളി അതിനെ പോസിറ്റീവായിട്ട് എടുത്ത് അതിനുള്ള നല്ല മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ. ഇനി നാളെ നമ്മൾ ചാവാൻ പോവുകയാണെങ്കിൽ പുള്ളി ഇന്ന് പോയി സ്യൂട്ട് വാങ്ങിക്കും, നാളെ അതിന് ഒരുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഒന്നിച്ചുണ്ടായിരുന്നപ്പോൾ സമയം അങ്ങനെ പെട്ടെന്നൊരു ഫ്ലൈറ്റിൻ്റെ സ്പീഡിൽ അങ്ങ് പോയി. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും ടീംസിനെ ഒരു വണ്ടി കയറ്റി വിട്ടിട്ട് ഞാൻ നേരെ എൻ്റെ ഓഫീസ് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോയി. അങ്ങനെ ഞങ്ങൾ നേരെ ഒരു പബ്ബിലേക്ക് പോയി. ഇതാണ് സീക്രട്ട് സ്റ്റോറി. ചെന്നൈയിലെ അത്യാവശ്യം ഒരു നല്ലൊരു പബ്ബാണിത്. ഞങ്ങൾ തന്നെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് പറയാനൊരു കാര്യം പറഞ്ഞത്, ഡിസ്ക്ലെയിമറാണ്, ഞങ്ങൾ ആരും മദ്യപിക്കാറില്ല. എങ്കിലും പറയുകയാണ്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം, പുകൈപിടിപ്പത് പുற்றுനോയി ഉണ്ടാക്കും, മറ്റും ഉയരൈ കൊള്ളും. ഓക്കെ, അതോടെ കിടക്കട്ടെ. അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും ഏറെക്കുറെ നേരം വെളുത്തു, 2:30 എന്നാൽ ഈ കടയുടെ മുന്നിലുള്ള ആൾക്കൂട്ടം നിങ്ങൾ നോക്കിയേ. ഇതാണ് അബൂബായ് ബിരിയാണി. ഇങ്ങനെ ഒരുപാട് പേരിലുള്ള ബിരിയാണികളുണ്ടെങ്കിലും ഇവിടുത്തെ സമയം വെച്ചിട്ടാണ് ഈ ബിരിയാണി ഷോപ്സ് അറിയപ്പെടുന്നത്. 2 മണി ബിരിയാണി, 3 മണി ബിരിയാണി. ബിക്കോസ് ആ ടൈമിലും ഈ ഷോപ്സ് ഓപ്പൺ ആയിരിക്കും. അപ്പോഴാണ് ഷോപ്സ് ഓപ്പൺ ആകുന്നത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡേ നമ്മൾ പോകുന്നത് ചെപ്പക്കുഴി മറീന. ചെപ്പക് സ്റ്റേഡിയത്തിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ചെന്നൈ സൂപ്പർ കിങ്സ് തല. അപ്പോൾ സിക്സറുകളൊക്കെ പറന്ന സ്ഥലമാണത്. ഇത് മറീന ബീച്ച്. നമ്മൾ മറീന ബീച്ചിൻ്റെ ഒരു അറ്റത്ത് ഇറങ്ങിയിട്ട് പയ്യെ നടക്കുകയാണ്. നമ്മൾ പോകുന്നത് ചെന്നൈയിലെ ഭയങ്കര അടിപൊളി ഒരു ചോറും മീൻകറിയും കിട്ടുന്നൊരു സ്ഥലത്തേക്കാണ്, സുന്ദരിയൊക്കെ കട. ഒരു കുട്ടി കടയാണ്, ചെറിയൊരു ഉന്തുവണ്ടിയിൽ കെട്ടിപ്പൊക്കിയൊരു കട. ചെറിയ ടാർപ്പാളയൊക്കെ വലിച്ചു കെട്ടി അതിൻ്റെ താഴെ കുഞ്ഞു കുഞ്ഞു സ്റ്റൂളിട്ട് നേരം നിരുന്ന ആളുകൾ ഭക്ഷണം കഴിക്കുന്നൊരു കടയാണ്. വലിയ സെറ്റപ്പ് ഒന്നുമില്ല. ഒരു ചേട്ടൻ ഒരു സൈഡിൽ ഇരുന്ന് കുറച്ച് ടോക്കൺസ് വെച്ചിട്ട് ഇരിപ്പുണ്ട്. കുറച്ചധികം ഉണ്ട്, കാരണം അവിടെ വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും ടോക്കൺ കൊടുക്കണമല്ലോ. അപ്പോൾ ഒരു കുന്ന് ടോക്കൺ വെച്ചിട്ട് ഇതുപോലെ മെനു ഒക്കെ അവിടെ തന്നെ ഉണ്ടാവും. തമിഴ് നമുക്ക് വായിക്കാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് പൈസ കൊടുത്താൽ അവർ ടോക്കൺ തരും. നമ്മൾ ആ ടോക്കൺ വെച്ചിട്ട് നേരെ പോയി ഫുഡ് വാങ്ങി കഴിക്കാം. ഇവിടുത്തെ ടേസ്റ്റ് എനിക്കറിയില്ല, അസാധ്യമാണ്. എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണം. ഇതിൻ്റെ ബാക്കി കഥ പുറകെ വരും. നമ്മൾ എന്താണ് വാങ്ങിയത്, എന്താണ് കഴിച്ചത്, എല്ലാം പറയാം. എന്തായാലും ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാം. തൽക്കാലം ഇത്ര മതി, ബാക്കി പിന്നെ പറയാം. ടാറ്റ, ബൈ ബൈ.